ഇസ്ലാമിനെ പഠിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആനിലേക്ക് ഇറങ്ങണം, പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങണം. മറ്റു മതങ്ങളുമായിട്ടുള്ള താരതമ്യങ്ങൾ നമ്മൾ നടത്താറില്ല. ചില നാട്ടുകാർ പല പല രീതിയിലുള്ള ഒരു തീവ്രവാദ ആരോപണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ആകെ ഷോക്കായിപ്പോയി. കാരണം അതുപോലെ തന്നെ നോമ്പ് എന്നെ നല്ല രീതിയിൽ ആകർഷിച്ച ഒരു ഘടകമാണ്. ഇസ്ലാമിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഇതായിരുന്നു. ഒരു സൈഡിൽ തീവ്രവാദവും ഭീകരവാദവും എന്നുള്ള ചിന്ത, മനുഷ്യന് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഈ വേദഗ്രന്ഥത്തിൽ കൃത്യമായി ദൈവത്തിന് രൂപങ്ങളില്ല എന്ന് പറഞ്ഞതോടുകൂടി അവിടെ പെട്ടെന്ന് ചിന്ത മാറി ഈ രൂപങ്ങൾ അത്രയും തെറ്റാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്താണ്. ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുകയും ഇസ്ലാമിനെ കൂടുതൽ പഠിക്കുകയും ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും ഇസ്ലാമിനെ അടുത്തറിയുകയും ചെയ്യുന്ന നിരവധി സഹോദരന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അതിൽ പലരും ഇസ്ലാമിനെ കൂടുതലായിട്ട് പഠിക്കുകയും അറിയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ തങ്ങളുടെ ജീവിത മാർഗമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇസ്ലാം ഏറെ ചർച്ച ചെയ്യപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്ന നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ ഇത്തരം ആളുകളുടെ നിരീക്ഷണങ്ങളും ഇസ്ലാമിക അനുഭവങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഏറെ പ്രസക്തമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇസ്ലാം സ്വീകരിച്ച ഇത്തരം സഹോദരങ്ങളുമായി റേഡിയോ HRDF നടത്തിയിട്ടുള്ള അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങളുമായി വരും ദിവസങ്ങളിൽ റേഡിയോ HRDF നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ഇസ്ലാമിനെ തൻ്റെ ജീവിതമാർഗമായി തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ള സഹോദരൻ റെയ്ഹാനാണ്. നമുക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് മുസ്ലിങ്ങളെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചുമുള്ള ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു? ഞാൻ ജനിച്ചതും വളർന്നതും ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ളൊരു കുടുംബത്തിലാണ്. എൻ്റെ +2 കാലഘട്ടം വരെയുള്ള സമയം ഞാനൊരു കത്തോലിക്ക സഭാവിശ്വാസിയായിരുന്നു. അതിനുശേഷമാണ് കത്തോലിക്ക വിശ്വാസത്തിൽ പുണ്യാളന്മാരുടെയും യേശുവിൻ്റെയും മാതാവിൻ്റെയൊക്കെ വിഗ്രഹങ്ങൾ വെക്കുന്നു. ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ, യേശുവിൻ്റെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുന്നു. അപ്പോഴാണ് അവിടെ നിന്ന് ബൈബിളിൻ്റെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലെ നിങ്ങളെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്, മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെ പ്രതിമയോ സ്വരൂപമോ ഉണ്ടാക്കുകയോ അവയെ ആരാധിക്കുകയോ വണങ്ങുകയോ ചെയ്യരുത് എന്ന് കത്തോലിക്ക ബൈബിളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഗ്രഹങ്ങൾ വെക്കാൻ പാടില്ല, അവയെ ആരാധിക്കാൻ പാടില്ല എന്നുള്ള കൽപ്പനയുടെ വെളിച്ചത്തിലാണ് പിന്നീട് എൻ്റെ ഉമ്മയുടെ സഹോദരൻ്റെ മകനാണ് എനിക്ക് ഈ വാക്യം ബൈബിളിൽ നിന്ന് കാണിച്ചു തരുന്നത്. ആ ഒരു സ്പാർക്കിൻ്റെ കീഴിലാണ് ഞാൻ വിഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ബന്ധക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോകുന്നത്. ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞ് ഞാനൊരു ചെറിയൊരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്ന സമയം അത്രയും വരെ ഞാൻ നല്ലൊരു ബന്ധക്കോസ്ത് വിശ്വാസിയായിരുന്നു. കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് നേരെ പോയത് ബന്ധക്കോസ്ത് വിശ്വാസത്തിലാണ്. ഈ കാലഘട്ടം അത്രയും ഇസ്ലാമിനെ കുറിച്ച് അതൊരു ഏകദൈവ വിശ്വാസ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നതാണ് എന്നോ യേശു അദ്ദേഹത്തെ പ്രവാചകനായിട്ട് കാണുന്നുണ്ട്, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ടെന്നോ ഒന്നും അറിയില്ല. പക്ഷെ ഇസ്ലാമിനെ പറ്റിയുള്ള ചില അറിവുകളും അവരുടെ പെരുമാറ്റങ്ങളെല്ലാം
ഏതൊക്കെയോ രീതിയിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ദാനധർമ്മം, മറ്റുള്ളവരോടുള്ള ഇടപാടുകൾ, അതിലൊക്കെ ഒരു നല്ലത് കണ്ടപ്പോൾ തന്നെ ചില വിഷയങ്ങളിൽ ഈ പറയുന്ന സ്വാഭാവികമായിട്ടും ഏതൊരു അമുസ്ലിമിനും പോലെയുള്ള തീവ്രവാദം എന്ന് പറയുന്ന ഒരാശയം, മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, ഇസ്ലാം ഭീകരവാദമാണ്, മറ്റുള്ളവരെ കൊല്ലാനാണ് ഇസ്ലാം പ്രചോദിപ്പിക്കുന്നത് എന്നുള്ള ഒരു തെറ്റായ ധാരണ എന്നിലും ഉണ്ടായിരുന്നു. അതാണ് ശരിക്കും ഏതൊരു അമുസ്ലിമിനോടും ചോദിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു കോണിൽ അത്തരത്തിലുള്ളൊരു ചിന്താഗതി കിടക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ പിന്നീട് ഇസ്ലാമിനെ പറ്റി പഠിക്കുന്ന സമയത്താണ് അത് എത്ര നല്ല വിശ്വാസവും ആദർശവുമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നോമ്പ് എന്നെ നല്ല രീതിയിൽ സ്വാധീനിച്ച, ആകർഷിച്ച ഒരു ഘടകമാണ്. പക്ഷേ ഇതിലൊക്കെ അത്രയും തന്നെ അവരുടെ വിശ്വാസം, അതായത് ക്രൈസ്തവ വിശ്വാസവുമായി ഞാൻ ക്രിസ്ത്യാനിയായിരിക്കെ തട്ടിച്ചു നോക്കുമ്പോൾ എൻ്റെ വിശ്വാസമായിരുന്നു ഏറ്റവും ശരി. സ്വർഗത്തിൽ പോകാൻ ക്രിസ്ത്യാനി ആയിരിക്കണം, അതിലുപരി ബന്ധക്കോസ്തുകാരനായിരിക്കണം എന്നാണ് അവസാന സമയത്ത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇസ്ലാമിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഇതായിരുന്നു. ഒരു സൈഡിൽ തീവ്രവാദവും ഭീകരവാദവും എന്നുള്ള ചിന്ത, അതിനുവേണ്ടിയാണ് തീവ്രമായൊരു സ്വഭാവം വെച്ച് പുലർത്തുന്നവരാണ് മുസ്ലിങ്ങൾ എന്നുള്ള രീതിയിൽ. അതേസമയം തന്നെ എല്ലാ മുസ്ലിങ്ങളുടെ മനസ്സിലുള്ള പോലെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ 5 നേരം നിസ്കരിക്കുന്നവരാണ്, ദാനധർമ്മം ചെയ്യുന്നവരാണ് എന്നുള്ള നല്ല വശങ്ങളും ഇപ്പോഴും ഒരു അമുസ്ലിമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിലൊക്കെ ഒരു ഉഷാറാന്ന് പറയും. പക്ഷെ അവരുടെ വിശ്വാസം, അവരാരാധിക്കുന്ന ദൈവം, ഇതിൻ്റെ മുമ്പിൽ, ഇതിൻ്റെ പുറകിലുള്ള, ഇപ്പോൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ മുഴച്ചു നിൽക്കുന്ന ഏകദൈവ വിശ്വാസം, ആ ഏകദൈവ വിശ്വാസം തന്നെയാണ് മുസ്ലിങ്ങൾ പിന്തുടരുന്നത്. വിശ്വാസങ്ങളിൽ ഏറ്റവും നല്ലത് ഇസ്ലാമാണ് എന്നുള്ള ഒരു തിരിച്ചറിവൊന്നും ആ സമയത്ത് എനിക്കില്ലായിരുന്നു. ഇസ്ലാമിനെ കുറിച്ച് അറിയാനും അടുക്കാനും ഉണ്ടായിട്ടുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? ചെറുപ്പകാലത്ത് എനിക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ, എനിക്ക് പിതാവില്ല. എൻ്റെ ഉമ്മയാണ് എന്നെ വളർത്തിയത്. എൻ്റെ ഉമ്മ ഒരു യേശു എന്ന് പറഞ്ഞാൽ മരിക്കും, അത്തരത്തിലാണ് ഉമ്മയ്ക്ക് യേശുവോടുള്ള ബന്ധവും യേശുവോടുള്ള സ്നേഹവും ആരാധനയും. എൻ്റെ ഉമ്മ യേശുവിൻ്റെ മുമ്പിൽ പോയിരുന്ന് കരയുന്നതും, യേശുവിൻ്റെ അടുത്തിരുത്തി ഇതാണ് നമ്മുടെ പിതാവ്, ഇതാണ് നമ്മുടെ ദൈവം, ഈ ദൈവമാണ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്, ഇത്തരത്തിലുള്ളത് പറഞ്ഞിട്ട് എപ്പോഴും യേശുപ്പാക്ക് ഒരു ഉമ്മ കൊടുക്ക്. അതായത് ആ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കാൻ, യേശുവുമായിട്ടുള്ള ബന്ധം വളരെയധികം ഊട്ടിയുറപ്പിക്കാൻ എൻ്റെ ഉമ്മാക്ക് എന്നെ സാധിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ തന്നെ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ, കോട്ടയിലുള്ള ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു ബോർഡിങ്ങിലാണ് ഞാൻ വളർന്നത്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പോയിട്ട് കുർബാന കൂടണം. ചെറുപ്പം മുതലേ 5ാം ക്ലാസ് വരെ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ആ ചെറുപ്പം മുതലേ അവിടെ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസമൊക്കെ തന്നെ യേശുവാണ് നമ്മുടെ ദൈവം, യേശുവിനെയാണ് സ്നേഹിക്കേണ്ടത്, യേശുവാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവാണ്. അങ്ങനെ അജ്ഞതയിൽ, എന്നാൽ ആ ചെറിയ നിഷ്കളങ്കതയിൽ ഏറ്റവും കൂടുതൽ യേശുവിനെ സ്നേഹിക്കുകയും രാത്രികളിൽ യേശുവിനോട് ഇങ്ങനെ ഒരു കൂട്ടുകാരനോടെന്ന പോലെ സംസാരിച്ചിട്ടുണ്ട് ആ ചെറിയ പ്രായത്തിൽ തന്നെ. അങ്ങനെയാണ് വളർന്നതൊക്കെ. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞു. ആ +2 കഴിയുന്ന സമയം വരെ കത്തോലിക്ക വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. +2 സമയത്താണ് എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠൻ്റെ മകൻ പറയുന്നത്, പുറപ്പാട് പുസ്തകം 20ാം അധ്യായം 1ാം വാക്യത്തിൽ പിതാവായ ദൈവം മോശയോട് പറയുന്നുണ്ട്, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ നിങ്ങളെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്, മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെ പ്രതിമയോ സ്വരൂപമോ ഉണ്ടാക്കുകയോ അവയെ ആരാധിക്കുകയോ വണങ്ങുകയോ ചെയ്യരുത്. ഈ +2 കാലഘട്ടത്തിൽ ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്ന, മുടിയൊക്കെ നീട്ടി വളർത്തി താടിയൊക്കെ വെച്ച് ഒരു ചെറിയൊരു തോർത്ത് മാത്രം എടുത്ത് കുരിശിൽ കടന്ന് നമുക്ക് വേണ്ടി പീഡനം അനുഭവിച്ച് മരിച്ച ആ ഒരു രൂപമായിരുന്നു അത്രയും നാളും യേശു. ഒരു ശരീരം മുഴുവൻ മറച്ച ഒരു രൂപമായിരുന്നു മാതാവിൻ്റേത്. ഒരുപാട് പുണ്യാളന്മാർ, ഞാൻ പുണ്യാളന്മാരിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഫ്രാൻസിസ് പുണ്യാളനെയാണ്. കാരണം ഫ്രാൻസിസ് പുണ്യാളൻ എന്ന് പറയുന്ന വ്യക്തി ദാരിദ്ര്യത്തിലൂടെ യേശുവിനെ അതിയായി സ്നേഹിച്ച ഒരാളാണ്. അന്ന് എനിക്ക് കിട്ട മാമോദീസ പേര് തന്നെ ഫ്രാൻസിസ് എന്നൊക്കെ ആയിരുന്നു.
അങ്ങനെ ഈ ഈ ഈ ഈ ഒരു വചനം കണ്ടതോടുകൂടി ബൈബിളാണല്ലോ ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനപരമായ ഒരു വേദഗ്രന്ഥം എന്ന് പറയുന്നത്. ഈ വേദഗ്രന്ഥത്തിൽ കൃത്യമായി ദൈവത്തിന് രൂപങ്ങളില്ല എന്ന് പറഞ്ഞതോടുകൂടി അവിടെ പെട്ടെന്ന് ചിന്ത മാറി ഈ രൂപങ്ങൾ അത്രയും തെറ്റാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്താണ്. എന്നാൽ ആ വിശ്വാസത്തിൽ നിന്ന് നേരെ പോയത് വിഗ്രഹങ്ങളൊന്നുമില്ലാത്ത, അതുപോലെ തന്നെ പുണ്യാളന്മാരൊന്നുമില്ലാത്ത, ഇടനിലക്കാരില്ലാത്ത ഒരു വിശ്വാസമായ ബന്ധക്കോസ്ത് വിശ്വാസത്തിലേക്കാണ്. എങ്കിൽ പോലും ബന്ധക്കോസ്ത് വിശ്വാസത്തിലും ഈ പറയുന്ന ത്രിയേകത്വവും യേശുവിൻ്റെ ദൈവികതയും പരിശുദ്ധാത്മാവുണ്ട് എന്നും പരിശുദ്ധാത്മാവും ദൈവമാണ് എന്നും പിതാവായ ദൈവം ഉണ്ട് എന്നിങ്ങനെയുള്ള ത്രിയേക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ധക്കോസ്ത് വിശ്വാസം നിലകൊള്ളുന്നത്. അങ്ങനെ +2 കഴിഞ്ഞു. ഈ ഒരു വാക്യം കണ്ടതോടുകൂടി ബന്ധക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോകുന്നു. ബന്ധക്കോസ്ത് വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നു. ഏകദേശം ഡിഗ്രി കഴിഞ്ഞു. അതുപോലെ തന്നെ ജോലിക്ക് കയറുന്ന സമയം വരെ ഒരു ബന്ധക്കോസ്ത് വിശ്വാസിയായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴൊക്കെ പല ജീവിതത്തിൻ്റെ പല മേഖലകളിലൂടെ പോകുമ്പോൾ വിശ്വാസത്തിൽ അവിടെ ഇവിടെയൊക്കെ ഒരു കുറവ് സംഭവിക്കുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ യേശുവാണ് ദൈവം, യേശു അല്ലാതെ വേറൊരു ദൈവമില്ല, യേശുവാണ് എനിക്ക് വേണ്ടി മരിച്ചത് എന്നുള്ള കാഴ്ചപ്പാടാണ്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക് കയറുന്ന സമയത്താണ് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു മുസ്ലിം സുഹൃത്ത്. ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തപ്പോൾ അതിലെവിടെയോ അത് വിശ്വാസത്തിൻ്റെ കാര്യം കയറി വരികയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. ആ സമയത്ത് ഞാൻ കൂടുതലായിട്ടും പ്രിപ്പയർ ചെയ്തത് കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടിയാണ്. ബാങ്ക്, അതുപോലെ തന്നെ PSC SSC പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ ജോലീൻ്റെ ഒഴിവ് സമയം ഞാൻ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുമ്പോൾ ഞാൻ ആ മുസ്ലിമായ സുഹൃത്തിൽ കാണുന്നത് അവൻ്റെ സമയം ചെലവഴിക്കുന്നത് വിശുദ്ധ ഖുറാനും അതുപോലെ തന്നെ ഹദീസുകളും ഇസ്ലാമിക അധ്യാപനങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെന്നെ ഒരു പ്രത്യേക രീതിയിൽ ആകർഷിച്ചു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, സ്വർഗത്തിൽ പോകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ബന്ധക്കോസ്ത് വിശ്വാസിയായിരിക്കെ ഞാൻ എന്തുകൊണ്ട് അവൻ്റെ വിശ്വാസത്തിൽ അവൻ കാണിക്കുന്ന ആത്മാർത്ഥത പോലെ ഞാൻ ചെയ്യുന്നില്ല? ഒരു ചിന്ത പെട്ടെന്ന് മനസ്സിൽ വരിക. അങ്ങനെ ഞങ്ങൾ പല കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ വിശ്വാസം കയറി വന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ അവനോടുള്ള സംസാരത്തിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിങ്ങളും ബന്ധക്കോസ്തുകാരും ഏറെക്കുറെ സമാനമാണ്. കാരണം ഒരു വിഗ്രഹങ്ങൾ വെക്കുന്നില്ല, ദൈവം ഏകനാണെന്നൊന്നും അപ്പോൾ അറിയില്ല, വിഗ്രഹങ്ങൾ വെക്കുന്നില്ല, എന്തോ ഒരു സാമ്യത ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ മെല്ലെ മെല്ലെ എന്നെ ഞാനൊരു വീഡിയോ എന്നെ സ്ട്രൈക്ക് ചെയ്യാണ്. അതായത് ആ വീഡിയോയിൽ ആ പ്രഭാഷകൻ ഇങ്ങനെ പറയുകയാണ്, യേശുക്രിസ്തു അഭിസംബോധന ചെയ്തതുപോലെ നിങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്യുന്നു, ഷാലോം അലൈക്കും, ഷാലോം അലൈക്കും എന്ന് പറയുകയാണ്. ഷാലോം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിൻ്റെ ഒരു ചാനലുണ്ട്, ഷാലോം TV. ഷാലോം സമാധാനം എന്നാണ് അർത്ഥം. അത് തന്നെയാണ് സലാം, ഷാലോം സലാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, യേശുവിന് ഇസ്ലാം മതമായിട്ട് എന്താ ബന്ധം, ഇസ്ലാമിക വിശ്വാസമായിട്ട് എന്താ ബന്ധം? മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളൊരു നാട്ടിൽ ചെന്നാൽ ആദ്യം അവരോട് സമാധാനം ആശംസിക്കുവാൻ. അവിടെയാണ് എൻ്റെ മനസ്സിനെ അവിടെ പിടിച്ചിരുത്താണ്. ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന, ഞാൻ ചെറുപ്പം മുതലേ കണ്ട് പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ച യേശുവിനെ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് അനുസരിക്കുന്നു? അദ്ദേഹം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നു, ഒരു മുസ്ലിമും യേശുവിൽ വിശ്വസിക്കാതെ മുസ്ലിമായി തീരില്ല, യേശുവിൽ വിശ്വസിക്കാതെ ഒരാളും മുസ്ലിമായി തീരില്ല എന്നതിൽ പറയുന്നു. ഞാൻ അവിടെ ഇരുന്ന പ്രഭാഷണം കേൾക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ തെറ്റായിരുന്നുവെന്നും ബൈബിളിൻ്റെ വെളിച്ചത്തിൽ യേശു അല്ല ദൈവം, യേശുവിനെ സൃഷ്ടിച്ച മറ്റൊരു ദൈവമുണ്ട്, ആ ദൈവത്തെയാണ് യഥാർത്ഥമായി നമ്മൾ ആരാധിക്കേണ്ടതെന്ന് മനസ്സിലാവുക. പിന്നെ ഞാൻ പിറ്റേ ദിവസം എൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ബാങ്ക് എക്സാമിൻ്റെ ബുക്കൊന്നും അല്ല ഞാൻ എടുക്കുന്നത്. ഞാൻ വീട്ടിൽ പോയിട്ട് POCൻ്റെ ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അതിരുന്ന് ഞാൻ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ഘട്ടത്തിലും പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് യേശുവിൻ്റെ ദൈവീകതയായിരുന്നു എനിക്ക് അറിയേണ്ടിയിരുന്നത്. പക്ഷെ ഓരോ ഘട്ടത്തിലും യേശു തന്നെ വിളിച്ചിരുന്നത് മനുഷ്യപുത്രൻ എന്നാണ്. പല ഘട്ടങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 29-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ബൈബിള് പറഞ്ഞ കാര്യമാണ്. എന്നാൽ
പിന്നീട് ഞാൻ ഇസ്ലാമിന് വന്നതിന് ശേഷം ഖുറാൻ പഠിച്ചപ്പോൾ അതിനകത്ത് സൂറത്തുൽ ആൽ ഇമ്രാനിൽ യേശു പറഞ്ഞതായിട്ട് ഖുറാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅ്ബുദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. തീർച്ചയായും അള്ളാഹുവാണ് എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവ്, ഫഅ്ബുദൂഹു അവനെ മാത്രം ആരാധിക്കുക, ഹാദാ സിറാത്തും മുസ്തഖീം അതാണ് നേരായ മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുറാനും ബൈബിളുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കോപ്പിയാണ് അതാണ് ഇതാണെന്ന് അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അതൊന്നും ഒരിക്കലും ഇല്ല എന്ന് പഠിച്ചു കഴിഞ്ഞാൽ, നിഷ്പക്ഷമായി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ വിശുദ്ധ ബൈബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഘട്ടങ്ങളിലും യേശു അല്ല ദൈവം. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഹൊറേബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ കർത്താവ് നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങളൊരു രൂപവും കണ്ടിട്ടില്ല. ആകയാൽ ഏതെങ്കിലും പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും ജന്തുവിൻ്റെയോ ആകാശത്തിലുള്ള ഏതെങ്കിലും പറവയുടെയോ ഭൂമിക്കടിയിൽ സമുദ്രത്തിലുള്ള ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ രൂപത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ സ്വയം അശുദ്ധരാകാതിരിക്കുവിൻ. അവിടെ കൃത്യമായി മോശയോട് ദൈവം പറയുന്നത് പുരുഷനല്ല ദൈവം എന്ന്. അപ്പം എൻ്റെ ചിന്ത അങ്ങോട്ടാ പോയേ, യേശു ആരാണ്? ദൈവമാണ്. അപ്പോൾ യേശു പുരുഷനല്ലേ? അതെ. പിന്നെ എങ്ങനെ ഈ നിയമത്തോട് സാദൃശ്യമാവും? ഈ നിയമത്തോട് ഈ പറയുന്ന പഴയ നിയമത്തിലുള്ള ആ ഒരു വാക്യത്തിലോട് സാദൃശ്യമാവും? അങ്ങനെ പല ചോദ്യങ്ങളും. അതുപോലെ തന്നെ യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ സ്വർഗത്തിൽ നിന്നൊരു വിളി കേൾക്കാന്നാണ് പറയണേ. യേശു താഴെയുണ്ട്, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു എന്ന് പറയുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നൊരു വിളി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്നു എന്ന് പറയണേ. അപ്പോൾ അവിടെ 3 വ്യത്യസ്തമായ വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. യേശു താഴെയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, മേളിൽ ദൈവമുണ്ട്. അതെങ്ങനെ? അപ്പോൾ 3 ദൈവങ്ങളോ? പക്ഷെ ദൈവം ഒന്നാണെന്ന് പറയുന്നുണ്ട് മാർക്കോസ് 12:29. ഇങ്ങനെ നോക്കിയപ്പോൾ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ബൈബിളിലൂടെ കൃത്യമായി ത്രിയേകത്തെ ഒരു ഡിഫൈൻ ചെയ്തിട്ടുമില്ല, എന്നാൽ ഏകദൈവത്തെ കൂടുതൽ ഊന്നി പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല നോമ്പെടുക്കുന്ന കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ നോമ്പെടുക്കുമ്പോൾ തലയിൽ തൈലം തേച്ച് മറ്റാരും അറിയാത്ത രീതിയിലായിരിക്കണം ഉപവസിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ദാനധർമ്മം ചെയ്യുമ്പോൾ വലം കൈ ചെയ്യുന്ന ഇടം കൈ അറിയാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഏറ്റവും നന്നായി വൃത്തിക്ക് ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളാണ് യഥാർത്ഥമായ യേശുവിനെ അനുഗമിക്കുന്ന ഒരാളാണ് ക്രിസ്ത്യാനി എങ്കിൽ ഈ നല്ലൊരു മുസ്ലിമാണ് ഈ പറയുന്ന ക്രിസ്ത്യാനിയായിട്ട് എനിക്ക് മനസ്സിലായ കാര്യം. പരിച്ഛേദനം ചെയ്യണമെന്ന് ബൈബിളിൽ കൽപ്പനയുണ്ടായിരിക്കെ, യേശു ക്രിസ്തു പരിച്ഛേദനം ചെയ്തിരിക്കെ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ പരിച്ഛേദനം ചെയ്യുന്നില്ല? ബൈബിൾ വെച്ചിട്ടാണ്. നിയമങ്ങളെ പൂർത്തിയാക്കാനാണ് യേശു വന്നിരിക്കുന്നതെന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ബൈബിളിലുള്ള നിയമങ്ങൾ അനുസരിക്കുന്നതും യേശുവിനെ ബഹുമാനിച്ചുകൊണ്ട് യേശുവിനെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുന്നതും മുസ്ലിങ്ങൾ മാത്രമാണ്. അങ്ങനെയാണ് ആ പഠനത്തിലൂടെ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. സ്വാഭാവികമായും ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും എതിർപ്പുകളും ചില പ്രതിസന്ധികളും ഉണ്ടാവാറുണ്ട്. അത്തരം എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ അതിജയിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, എനിക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ. ഉമ്മക്ക് മകനായിട്ട് എല്ലാം ഞാൻ തന്നെ ഉള്ളൂ. ഉമ്മയിൽ നിന്ന് എനിക്ക് വളരെ ആദ്യം ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഉമ്മാകെ ഷോക്കായിപ്പോയി. കാരണം ഉമ്മ ജീവിച്ചതും ഉമ്മാൻ്റെ വിശ്വാസപ്രകാരം എല്ലാം തന്നെ യേശുവാണ് ദ അൾട്ടിമേറ്റ് ഗോഡ്. അതിലുപരി ഉമ്മാക്ക് ചിന്തിക്കാനും കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. ആ സാഹചര്യത്തിൽ ഉമ്മ ആകെ ബേജാറായി, ഉമ്മ ഭയങ്കര ടെൻഷനായി. ഒരു വേള ഉമ്മയോട് ഞാൻ എത്ര പറഞ്ഞിട്ടും ഉമ്മ കേട്ടില്ല. ഉമ്മ ഇടയ്ക്കെപ്പോഴും മാറി നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു കുറച്ച് സമയം. ഞങ്ങൾക്ക് ഒരുപാട് ട്രൈ ചെയ്തു, ഉമ്മനെ കിട്ടിയില്ല. പക്ഷെ അതിനുശേഷം ഉമ്മ വന്നു. അപ്പോൾ ഞാൻ ഉമ്മാനോട് കാര്യം പറഞ്ഞു കൊടുത്തു. ബൈബിള് പഠിക്കേണ്ടത് ആ ബൈബിളിലുള്ള വചനങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാക്കിയാണ്. അല്ലാതെ പാതിരിമാരും ബ്രദർമാരും പറയുന്നത് കേട്ടിട്ട് അതാണ് സത്യമെന്ന് വിശ്വസിക്കാൻ പാടില്ല. ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ
അതിലൊരിക്കൽ പോലും യേശുവിൻ്റെ ദൈവീകത നമുക്ക് കാണാൻ സാധിക്കില്ല. പകരം യേശു ആരാധിക്കാൻ പറഞ്ഞ മറ്റൊരു ദൈവം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ അള്ളാഹു എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ദൈവമാണെന്നാണ് അധിക ക്രിസ്ത്യാനികളും അത് പൊതുസമൂഹം വിചാരിച്ചിരിക്കുന്നത്. എന്നാലല്ല. അല്ലിലാഹ്, ആരാധ്യൻ എന്നാണ് അള്ളാഹു എന്ന പദത്തിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ ഒരു ആൺകുട്ടി, ഒരു മലയാളിയായ ഒരാൾ ഒരു ആൺകുട്ടിയെ കണ്ട എന്താ ആൺകുട്ടി എന്നാണ് വിളിക്കുക. ഒരു തമിഴനാണെങ്കിൽ ആമ്പിളയെന്ന് വിളിക്കും അല്ലേ. ഇനി ഒരു ഹിന്ദിക്കാരനാണെങ്കിൽ ലഡ്ക എന്ന് വിളിക്കും. ഇംഗ്ലീഷുകാരനാണെങ്കിൽ ബോയ് എന്ന് വിളിക്കും. എല്ലാവരും പല ഭാഷകളിൽ വിളിച്ചാലും പോയിന്റ് ചെയ്യുന്നത് ഒരു കുട്ടിയിലേക്കാണ് അല്ലേ, ഒരു ആൺകുട്ടിയിലേക്കാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഗോഡ് എന്ന് വിളിക്കുന്നതും മലയാളത്തിൽ ദൈവം എന്ന് വിളിക്കുന്നതും തമിഴിന് കടവുൾ എന്ന് വിളിക്കുന്നതൊക്കെ അത് അറബി ഭാഷയുള്ള ആൾ അള്ളാഹു എന്ന് വിളിക്കുന്നു. ഏകനായ ഇതിനൊക്കെ സൃഷ്ടിച്ച യേശു കാണിച്ചു തന്ന ആ ദൈവം, അത് അറബി ഭാഷയിൽ അള്ളാഹു ആയെന്നേ ഉള്ളൂ. ഇങ്ങനെ കൃത്യമായി ഞാൻ പറഞ്ഞപ്പോൾ യഹോവ തന്നെയാണ് അള്ളാഹു. യേശു കാണിച്ചു തന്ന ആ പിതാവായ ദൈവം തന്നെയാണ് അള്ളാഹു. സർവത്തെയും സൃഷ്ടിച്ചവൻ, എല്ലാറ്റിനും കഴിവുള്ളവൻ. ആ ദൈവത്തെയാണല്ലേ നമ്മൾ വിളിക്കേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ആദ്യം എന്നോട് തർക്കിച്ചു നിന്ന, എന്നോട് എതിർത്തിരുന്ന എൻ്റെ ഉമ്മ, എന്നാൽ ഇപ്പോഴും വിശ്വാസത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും അൽഹംദുലില്ലാ ഇന്ന് എൻ്റെ കൂടെയാണ് താമസം. അതുപോലെ തന്നെ ഉമ്മ നല്ല രീതിയിൽ എനിക്ക് മുമ്പ്, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഉമ്മയോട് പെരുമാറിയതിനേക്കാളെല്ലാം, അല്ലെങ്കിൽ ഉമ്മയോട് ഞാൻ ഓരോ കാര്യത്തിലും എൻ്റെ പെരുമാറ്റമൊക്കെ പല വിഷയങ്ങളിലും ഒരു ശ്രദ്ധക്കുറവുണ്ടായിരുന്നു. പക്ഷേ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരു ഉമ്മക്ക് കൊടുക്കേണ്ട സ്ഥാനം എന്താണ് എന്നും ഉമ്മയെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് കൃത്യമായ അധ്യാപനങ്ങൾ ഇസ്ലാം കാണിച്ചു തരുന്നുണ്ട്. ഒരുപാട് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ പരിമിതികളുണ്ടാവും. എൻ്റെ കഴിവിൻ്റെ പരമാവധി എടുത്തിട്ട് അൽഹംദുലില്ലാ ഞാൻ ഉമ്മയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഉമ്മൻ്റെ കൂടെയുണ്ട്, ഉമ്മ സന്തോഷവതിയാണ്. എന്നാൽ ഉമ്മാൻ്റെ വിശ്വാസത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ യാതൊരു തരത്തിലുള്ള ഒരു പിന്തിരിക്കലും ഞാൻ നടത്തുന്നില്ല. ഉമ്മയോട് കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. മറ്റു കുടുംബാംഗങ്ങൾക്ക് കാര്യപ്പെട്ട അവർ പല വിഷയങ്ങളിലും മൗനം ഭജിക്കുന്നുവെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വന്നിട്ടില്ല. ചില നാട്ടുകാർ പല രീതിയിലുള്ള ഒരു തീവ്രവാദ ആരോപണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തപ്പോൾ പലരും അത് കേൾക്കാൻ തയ്യാറായി. ഇസ്ലാമിക ജീവിതം തുടങ്ങിയതിന് ശേഷമുള്ള എന്തെങ്കിലുമൊക്കെ അനുഭൂതികളോ അനുഭവങ്ങളോ പങ്കുവെക്കാനുണ്ടോ? ഞാൻ 2015 സെപ്റ്റംബർ 6-ാം തീയതിയാണ് കലിമത്ത് ചെല്ലുന്നത്, ഷഹാദത്ത് കലിമ ചെല്ലുന്നത്. അതിനുശേഷം ഒക്ടോബർ 6-ാം തീയതി ഞാൻ മഞ്ചേരിയിലുള്ള സത്യസരണി എന്ന സ്ഥാപനത്തിൽ ഞാൻ ഇസ്ലാമിനെ പറ്റി കൂടുതൽ പഠിക്കാൻ ഞാൻ വന്നു. അൽഹംദുലില്ലാ ആ ഒരു വഴി ഞാൻ തിരഞ്ഞെടുത്തത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. എനിക്ക് പടച്ചോൻ തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഒന്ന് ഇസ്ലാമിലേക്ക് വരാൻ കഴിഞ്ഞതും രണ്ടാമതൊന്ന് സത്യസരണിയിൽ പഠിക്കാൻ കഴിഞ്ഞതുമാണ്. ജീവിതത്തിൽ എന്തിന് ജീവിതം, ദ പർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടുന്ന്. അതിനുശേഷം അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ തുടർ പഠനത്തിന് വേണ്ടി എനിക്ക് അവിടുത്തെ പഠനം പോരാഞ്ഞിട്ട് എനിക്ക് ഇനിയും പഠിക്കണം എന്നുള്ളൊരാഗ്രഹം പങ്കുവെച്ചപ്പോൾ അവിടുന്ന് ഉസ്താദിനെ, നമ്മുടെ അബ്ദുറഹ്മാൻ ദാരിമി എന്ന് പറയുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു പഠനം നടന്നിരുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അറബി ഭാഷ പഠിക്കുവാനും അതിനുശേഷം ഖുറാനിലേക്ക് ഇറങ്ങാനൊക്കെ സാധിച്ചു. വിശുദ്ധ ഖുറാൻ ഒരു മഹാ അത്ഭുതമാണ്. അത് നമുക്ക് എത്ര വർണ്ണിച്ചാലും തീരൂല. ഓരോ പോയിന്റുകളിൽ, ഇതിപ്പോൾ ഒരു ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അവന് വേണ്ട കാര്യങ്ങളെല്ലാം അതിലുണ്ട്. ഒരു സാമ്പത്തികം പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അവന് വേണ്ട കാര്യങ്ങൾ അതിലുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ അവൻ ഫിലോസഫി പഠിക്കുകയാണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ അതിലുണ്ട്. ഇനി ആന്ത്രോപോളജി ആണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ അതിലുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സമ്പുഷ്ടമായ തികഞ്ഞ ഒരു പൂർണ്ണമായ ഒരു അള്ളാഹുവിൻ്റെ
വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഭൂമിയിലുള്ള സകലതും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, പടച്ചോൻ്റെ സൃഷ്ടികളാണ്. പക്ഷെ ഖുർആൻ എന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്. ആ കലാമിനെ പരിചയപ്പെടാനും ആ കലാമിനെ ഹൃദയത്തിൽ കയറ്റുവാനും എനിക്ക് കിട്ടിയത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇസ്ലാമിന് വന്നതിന് ശേഷം ഒരുപാട് മാറ്റാൻ കഴിയില്ല എന്ന് കരുതിയ പല സ്വഭാവങ്ങളും എങ്ങനെയൊക്കെയോ തന്നെ നമ്മളറിയാതെ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 5 നമസ്കാരങ്ങളിലൂടെ ജീവിതത്തിന് അല്ലെങ്കിൽ ഓരോ സമയത്തിൻ്റെ പ്രാധാന്യം എന്നെ ഒരാൾ വീക്ഷിക്കുന്നുണ്ട്, ഞാൻ നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നുള്ള ഒരു മനോഭാവം. അതുപോലെ മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ള ചിന്തകൾ, മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ, സമൂഹത്തോടുള്ള പ്രതിബദ്ധത, ഇതെല്ലാം മനസ്സിലാക്കാനും ജീവിതം എന്തിനു വേണ്ടി എന്ന് യഥാർത്ഥമായി മനസ്സിലാക്കാനും കഴിഞ്ഞത് ഇസ്ലാം എന്ന ആശയത്തിൽ വന്നതിന് ശേഷം. ആരാധനകളിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ഒന്നാണ് റമളാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ നോമ്പ് എടുക്കുന്നത്, ഞാൻ ഇസ്ലാമിനെ പറ്റി പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ സുഹൃത്ത്, എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആ സുഹൃത്ത് നോമ്പിൻ്റെ ആ ഒരു സമയത്ത് അവനത് എടുത്തിരുന്നു. അപ്പോൾ അന്ന് എന്നോട് ചോദിച്ചു, നോമ്പ് എടുക്കുന്നോ? അപ്പോൾ ഒരു രസത്തിന് വേണ്ടിയാണ് അന്ന് ഞാൻ എടുത്തത്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഒരു സമയത്ത് ഞാനത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്നോടൊരു പ്രത്യേക ഒരു താല്പര്യം, ആരെയും കബളിപ്പിക്കാൻ പറ്റുന്ന ആ ഒരു സാഹചര്യത്തിൽ അതൊന്നും വേണ്ട, എന്നെ നിരീക്ഷിക്കുന്ന, ഞാൻ കാണുന്നില്ലെങ്കിലും എന്നെ നിരീക്ഷിക്കുന്ന ഒരു റബ്ബ് കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ടുവരാണ് നോമ്പ് ചെയ്യുന്നത്. ആ സമയത്ത് ഒരു രസമായിട്ട് എടുത്തത്. അന്നൊന്നും ചിന്തയിൽ ഇത്തരത്തിലുള്ള ആലോചനകളൊന്നുമില്ല. പക്ഷെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഗുണങ്ങൾ അത് വർണ്ണിക്കാനാവാത്തതാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ആ നോമ്പ് തുടങ്ങുന്ന സമയം മുതൽ വൈകിട്ട് വരെ നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഭക്ഷണം, അതെത്ര രുചികരമായി നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്ന ആ ഭക്ഷണം മാറ്റി നമ്മൾ വെക്കുമ്പോൾ, എൻ്റെ റബ്ബിന് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മളത് മാറ്റി വെക്കുമ്പോൾ അറിയാതെ തന്നെ എൻ്റെ ജീവനേക്കാളും വലുത് എൻ്റെ പടച്ച തമ്പുരാനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളവിടെ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരുപാട് ആളുകൾ ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ വില നമ്മളെ ഈ നോമ്പ് പഠിപ്പിക്കും. അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് കഴിക്കുമ്പോൾ ആ വെള്ളം തൊണ്ടയിലൂടെ ഇറങ്ങുമ്പോൾ ആ വെള്ളത്തിന്, ആ ജീവൻ നിലനിർത്താനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ ആവശ്യമായിട്ടുള്ള ആ ഒരു തുള്ളി വെള്ളത്തിൻ്റെ വില, പടച്ചോൻ നമുക്ക് ഇറക്കി തന്ന അനുഗ്രഹത്തിൻ്റെ വില എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അതായത് കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പിന് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടിയിട്ട്. ഓരോ വിഷയത്തിലും നമ്മൾ പടച്ചോനെ അനുസരിക്കാനും, ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നെക്കാളും എൻ്റെ ജീവനേക്കാളും വലുതാണ് പടച്ച തമ്പുരാൻ എന്നുള്ള ഒരു അറിവ് നമ്മൾ അറിയാതെ തന്നെ, രഹസ്യത്തിൽ വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം, നമ്മളെ ആരും കാണൂല, പക്ഷേ ഒരു CCTV ക്യാമറ എന്ന പോലെ പടച്ച തമ്പുരാൻ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള ഒരു പരോക്ഷമായ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരും. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ പിന്നെ നമ്മൾ പലിശ മേടിക്കുമ്പോഴും ആ ചിന്ത വരും. പിന്നെ നമ്മൾ മറ്റൊരാളുടെ സാധനം മോഷ്ടിക്കുമ്പോൾ നമുക്ക്, കാരണം ആരും കണ്ടെങ്കിൽ എന്നെ പടച്ചോൻ കാണുന്നുണ്ടെന്നുള്ള ആ ഒരു ചിന്ത, മറ്റൊരാളെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ, ഇവിടെയൊക്കെ നമ്മുടെ ആ ചിന്ത നമ്മളെ കയറി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. അപ്പോൾ ഒരു ജീവിതത്തിന് വേണ്ട പടച്ച തമ്പുരാൻ കാണുന്നുണ്ട് എന്നുള്ള ഒരു അറിവ് കൃത്യമായ ഒരു മനുഷ്യനിലേക്ക് എത്തിക്കാൻ ഈ നോമ്പിന് സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, തറാവീഹ് നിസ്കാരം, അതിന് നിസ്കാരങ്ങൾ ഒരുമിച്ചിരുന്നുള്ള ആ ഒരു നോമ്പ് തുറക്കൽ, ഇതിലൊക്കെ ഒരു സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകവും കൂടെ ഈ ഇബാദത്തിലുണ്ട്. എല്ലാ അർത്ഥത്തിലും ഒരു 30 ദിവസത്തെ നോമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വേണ്ട ഊർജം, മനുഷ്യന് ഈ ലോകത്തിൽ അവൻ നല്ലവനായി ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഊർജവും അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിനെ മാറി നിന്ന് നിരീക്ഷിക്കുകയും ഇസ്ലാമിനെ കുറിച്ച് അടുത്തറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്
നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? ഇസ്ലാമിനെ കുറിച്ച് പുറത്തുനിന്ന് ആളുകൾ ഇപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുള്ളവർ അവരോട് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം ഒരു മതമായിട്ട് നമ്മൾ കാണേണ്ടതില്ല, അതൊരു ജീവിത രീതിയാണ്. മനുഷ്യന് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഫോണാണെങ്കിലും, നമ്മൾ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് ആണ്, ഒരു എക്യുപ്മെൻ്റ് ആണ്, ഒരു സാധനമാണ്, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ആരാ നമുക്കത് പറഞ്ഞുതരാം? ഒരു മൊബൈലിൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ആരാ പറഞ്ഞുതരാം? അതിൻ്റെ ഓണർ അല്ലെങ്കിൽ നിർമ്മാതാവായിരിക്കും, അതിൻ്റെ പ്രൊഡ്യൂസറായിരിക്കും നമ്മളോട് പറഞ്ഞുതരാം ഇത് ഫോണാണ്, ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത്. ഇതുപോലെ തന്നെ മനുഷ്യൻ അവനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു തരാൻ കഴിവുള്ളത് പടച്ച തമ്പുരാന് മാത്രമാണ്, മനുഷ്യൻ്റെ സൃഷ്ടാവിന് മാത്രമാണ്. ആ മനുഷ്യൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാനെ ഈ മനുഷ്യനെന്ന ഉൽപ്പന്നം അവനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഏതിലൂടെ? വിശുദ്ധ ഖുർആനിലൂടെ. അത് കാണിച്ചു തരുവാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. യേശു ആണെങ്കിലും മോശയാണെങ്കിലും മുഹമ്മദ് നബി ആണെങ്കിലും ഒക്കെ അവർ പ്രവാചകന്മാരായിട്ട് ഈ ഭൂമിയിൽ വന്നത് മനുഷ്യനെന്ന ഈ റബ്ബിൻ്റെ പടച്ച തമ്പുരാൻ്റെ ഈ ഉൽപ്പന്നം, യഹോവയുടെ ഈ ഉൽപ്പന്നം എങ്ങനെ ഉപയോഗിക്കപ്പെടണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആൻ ഒരു അത്ഭുതമാണ്. അത് വായിച്ചു നോക്കിയാൽ ഓരോടത്തും ശരിക്കും മനസ്സിലാവും മനുഷ്യൻ അവൻ എങ്ങനെ ഉണ്ടായി, അവനിവിടെ എന്തിനാ വന്നത്, അവൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, നാളെ അവൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരും. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, എനിക്ക് ഏറ്റവും എന്നെ ചിന്തിപ്പിച്ചൊരായത്താണ്. അഫ ഹസിബുത്തും അന്നമ ഖലഖനാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ നാം വെറുതെ അങ്ങ് സൃഷ്ടിച്ചിരിക്കുകയാണെന്ന്? വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, എന്നിലേക്ക് മടങ്ങി വരില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടത്. നമ്മൾ വെറുതെ സൃഷ്ടിച്ചതല്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഏതൊരു സാധനത്തിന് മേടിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കും, ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ വധുവിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നിടത്ത്, നമ്മുടെ ഒരു വീട് പ്ലാൻ ചെയ്യുന്നിടത്ത്, ഈവൻ നമ്മളൊരു 50 പൈസയുടെ ഒരു മുട്ടായിയാണ് വാങ്ങുന്നതെങ്കിലും അവിടെ നമ്മൾ നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കും, ചിന്തയെ ഉപയോഗിക്കും. എന്തുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ നമ്മളത് ചിന്തിക്കുന്നില്ല? ഇസ്ലാം എന്ന് പറയുന്നാൽ എന്താണ്? യുക്തിയുടെ ആദർശമാണ്. ഈ ലോകത്തുള്ള സകലതും റബ്ബിനെ അനുസരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കിയാൽ ഒരു തെങ്ങ്, ആ തെങ്ങ് എന്നും തേങ്ങ കഴിച്ചുകൊണ്ടിരിക്കുക. തെങ്ങ് ഒരു ദിവസം പറയുകയാണ് ഞാൻ നാളെ മുതൽ മാങ്ങയാണ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. തെങ്ങിനോട് തേങ്ങ കഴിക്കാൻ ആരോ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ശക്തി ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തേങ്ങ മാത്രമേ തരുള്ളൂ, മാങ്ങ മാത്രമേ തരുള്ളൂ, അല്ലേ? നമ്മളൊരു കോഴിക്കുഞ്ഞിനും താറാവിൻ്റെ കുഞ്ഞിനും 2 മുട്ട ഒരു വെള്ളക്കരയിൽ വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടി താറാവ് നേരെ എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ ഇറങ്ങുന്നു. കോഴി ഇറങ്ങാൻ മടിക്കും. ഇതാരാ അതിനോട് പറഞ്ഞു കൊടുത്തേ? നമ്മുടെ ഈ തലമുടി മുടിയാണ്, ഈ കൺപിരികത്തിൻ്റെ ഇവിടെയുള്ളത് മുടിയാണ്. എന്തുകൊണ്ട് ഇത് വളരുന്ന പോലെ ഇത് വളരാത്തത്? നമ്മുടെ കത്തിക്ക് നമ്മൾ മൂർച്ച കൂട്ടുന്നുണ്ട്, എന്നാൽ നമ്മുടെ പല്ലുകളിൽ നമ്മൾ മൂർച്ച കൂട്ടണില്ല. നമ്മുടെ ചെരുപ്പുകൾ തേയുന്നുണ്ട്, പക്ഷേ 100-150 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നവരുടെ കാലിൻ്റെ അടിയിൽ തേയുന്നുണ്ടോ? ഇല്ല. അപ്പം ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പരമമായ ഒരു ശക്തിയുണ്ട്, ഒരു അൾട്ടിമേറ്റ് പവർ ഉണ്ട്, ഒരു സുപ്രീം പവർ ഉണ്ട്. ഈ ഭൂമിയെ അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് കൂട്ടിമുട്ടാതെ ഒരൊറ്റ ദിശയിലൂടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യൻ അതെപ്പോഴും ദിവസത്തിൽ പ്രകാശം തന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത്? നമുക്കറിയാം, ഇപ്പോൾ ഒരു ബസ്, ആ ബസ് ഒരാളില്ലാതെ പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ബസ് ഓടുമോ ഒരു ഡ്രൈവർ ഇല്ലാതെ? ഇല്ല. ഇനി 2 ഡ്രൈവർമാരാണെങ്കിൽ അത് സ്മൂത്തായിട്ട് പോവോ? ഇല്ല. അതെങ്ങനെ സ്മൂത്തായിട്ട് പോവുള്ളൂ? ഒരൊറ്റ ഡ്രൈവറെ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഭൂമിയും സർവ്വപ്രപഞ്ചത്തിൻ്റെ അവസ്ഥ. ഒരു കുഴപ്പമില്ലാതെ പോകണമെങ്കിൽ ഡ്രൈവർ ഇല്ലാതെയും പറ്റൂല, ഒന്നിൽ കൂടുതൽ ഡ്രൈവർമാരും പറ്റൂല, ഒരൊറ്റ ഡ്രൈവറെ പാടുള്ളൂ. അതാണ് ഇസ്ലാം. മറ്റേതു മതങ്ങളും ഈ ഡ്രൈവർ അല്ലെങ്കിൽ ഈ സകല പ്രപഞ്ചത്തിൻ്റെയും കൺട്രോളർ അല്ലെങ്കിൽ നിയന്താവ്, സൃഷ്ടാവ് ഒന്നിൽ കൂടുതലാണ് എന്ന് പറയുമ്പോൾ അത് ഇമ്പോസിബിൾ ആണെന്ന് സിമ്പിൾ ലോജിക്കിൽ മനസ്സിലാവും. അത് ഇസ്ലാം മാത്രമാണ് പറയുന്നത്. ഖുൽ ഹു അല്ലാഹു അഹദ്, അവൻ അള്ളാഹു ഏകനാണ്.
അത് തന്നെയാണ് ഏറ്റവും നല്ല ലോജിക്ക് എന്നുള്ളതും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നിടത്ത് അത് തന്നെയാണ്. ഒരാരാധ്യനുമില്ല അള്ളാഹു അല്ലാതെ. ഞാൻ ക്രൈസ്തവനായിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കീർണതയായിരുന്നു ആരാധനയിൽ. ഭയങ്കര സങ്കീർണമായ ആരാധന രീതിയാണ്. പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ചിന്ത വരുന്ന, അയ്യോ പുത്രന് വിഷമാവുമോ, പുത്രനോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വിഷമാവുമോ. സങ്കീർണതയാണ്. ഹൈന്ദവ മതമായാലും ശിവനോട് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് കൃഷ്ണൻ എന്തെങ്കിലും വിഷമം ഉണ്ടാവുമോ? അല്ലെ, സങ്കീർണതകൾ നിറഞ്ഞ ആദർശങ്ങളാണ് മറ്റു മതങ്ങൾ. പക്ഷെ ഇസ്ലാം നോക്കിക്കേ, ഒന്നും തന്നെ ഒരു ഇടനിലക്കാരനും ഇല്ലാതെ റബ്ബ് ഒരൊറ്റ ആളാണ്. ഒരാൾ മാത്രമാണെന്ന് പ്രസ്താവിക്കുകയും ആ റബ്ബിന് മാത്രം ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിലും തല താഴ്ത്തണ്ട, റബ്ബിൻ്റെ മുമ്പിൽ മാത്രം തല താഴ്ത്തിയാൽ മതി. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. അസ്ലമ എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചു എന്നാണ്. ഈ സകലത്തിൻ്റെയും ഈ സകല കാര്യങ്ങളുടെയും സൃഷ്ടാവ് ഒരാളാണെന്ന് സമ്മതിക്കുകയും ആ സമ്മതിച്ചതിന് ശേഷം അവൻ്റെ തീരുമാനം പ്രകാരം നമ്മൾ ചരിച്ചു കൊള്ളാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതനുസരിക്കുന്ന ഒരു രീതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരാളെയാണ് മുസ്ലിം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സർവ്വ പ്രപഞ്ചവും എന്താണ്? മുസ്ലിങ്ങളാണ്. ഈ പറയുന്ന മരങ്ങളും ചെടികളും ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം തന്നെ സൃഷ്ടാവായ ദൈവത്തെ അനുസരിച്ചു കൊണ്ടിരിക്കുക, അവൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെ ഈ പറയുന്ന സമർപ്പണത്തിൻ്റെ പാത അല്ലെങ്കിൽ മുസ്ലിങ്ങളാണെന്ന് പറയാൻ പറ്റും. യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ യേശു പ്രകാരം പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കൃത്യമായി പറയുന്നുണ്ട്. യേശുവെ എന്ന് വിളിക്കുന്നവരല്ല യേശുവിൻ്റെ അനുയായികൾ. യേശുവിനെ സൃഷ്ടിച്ച ആ സ്വർഗസ്ഥനായ പിതാവിനെ, അതായത് യഹോവയെ ആരാണോ ആരാധിക്കുന്നത്, യഹോവയുടെ ഇഷ്ടത്തിന് ആരാണോ തയ്യാറാവുന്നത്, അതനുസരിച്ച് ആരാണോ ജീവിക്കുന്നത്, അവനാണ് യേശു പറഞ്ഞ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ ഡെഫിനിഷനും അതുതന്നെയാണ്. ഒരുവൻ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയല്ല ഈ പ്രപഞ്ചമഖിലവും സൃഷ്ടിച്ച റബ്ബിനെ അനുസരിക്കാൻ തയ്യാറാവുമ്പോൾ അവനെ വിളിക്കുന്ന പേരാണ് മുസ്ലിം. അങ്ങനെ അവൻ തയ്യാറാവുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കൂടെ അവനും ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിധിയെഴുത്തായിരിക്കും മരണാനന്തരം. ഈ പ്രപഞ്ചവും അഖിലവും ദൈവത്തെ അനുസരിച്ചപ്പോൾ മനുഷ്യനായ നാം എന്തു ചെയ്തു? നമ്മളും മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രൊഡക്റ്റുകളായിരിക്കെ നമ്മൾ എന്തു ചെയ്തു? ആ ഒരു വിചാരണയാണ് അന്ത്യനാളിൽ ഉണ്ടാവുക. ഇസ്ലാമിലൂടെ മാത്രമേ മനുഷ്യൻ അവനെ എന്ത് ചെയ്യണം എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇസ്ലാമിനെ അകലെ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായി കടന്നു വന്ന് കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിക്കണം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തെറ്റും ശരികളും എല്ലാം തന്നെ ചികഞ്ഞെടുത്ത് പഠിക്കണം. വിശുദ്ധ ഖുർആൻ കണ്ടിട്ട് പഠിക്കണം. മുസ്ലിങ്ങളെ ഇപ്പോൾ കണ്ട മുസ്ലിങ്ങളെയല്ല നമ്മൾ നോക്കി അധികം പഠിക്കേണ്ടത്. ഇസ്ലാമിനെ പഠിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആനിലേക്ക് ഇറങ്ങണം, പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങണം, പ്രവാചകൻ്റെ അധ്യാപനങ്ങളിലേക്ക് ഇറങ്ങണം. മറ്റു മതങ്ങളുമായിട്ടുള്ള താരതമ്യങ്ങൾ നമ്മൾ നടത്തണം. അപ്പം നമുക്ക് മനസ്സിലാവും എന്താണ് ഇസ്ലാം എന്നുള്ളത്.